2025 നവംബർ മാസത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും 2026 മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായി നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാനിരിക്കെ കേരളം ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുന്ന ഘട്ടത്തിലാണ് എന്ന് വേണമെങ്കിൽ വിലയിരുത്താം. പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളുമെല്ലാം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള തങ്ങളുടെ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു. പതിവ് രീതിയിൽ നിന്ന് വ്യത്യസ്തമായി CPM എന്ന പാർട്ടിയെ പൂർണ്ണമായും ഹൈജാക്ക് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം കൊടുക്കുന്നതിന് മേൽനോട്ടം വഹിക്കുന്നത്. പിണറായി നിയോഗിച്ചിരിക്കുന്ന PR ഏജൻസികളുടെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സ്ഥാനാർത്ഥി നിർണയവും പ്രചരണ തന്ത്രങ്ങളും ഉൾപ്പെടെ രൂപീകരിക്കപ്പെടുക എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ കേരളത്തിൽ നേതൃനിരയിലുള്ള അഭിപ്രായ വ്യത്യാസം കണക്കിലെടുത്ത് ദേശീയ നേതൃത്വം അല്ലെങ്കിൽ ഹൈക്കമാൻഡാണ് പ്രചരണ തന്ത്രങ്ങൾക്ക് രൂപം കൊടുക്കുന്നതും ചുക്കാൻ പിടിക്കുന്നതും. സുനിൽ കനഗേലു ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ തന്ത്രജ്ഞരുടെ സഹായത്തോടു കൂടിയാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും UDF മുന്നണിയും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് തയ്യാറെടുപ്പുകളുമായി മുന്നോട്ട് പോകുന്നത്. BJPയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ദേശീയ നേതൃത്വത്തിന്റെ ഇഷ്ടക്കാരനായ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ താൽപര്യാർത്ഥമാണ് BJPയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഒരുങ്ങുന്നത്. ഏതൊക്കെയാണെങ്കിലും അനൗപചാരികമായി പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് വരെ പാർട്ടികളും മുന്നണികളും കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഘട്ടത്തിൽ ജനങ്ങൾ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് പ്രീ പോൾ സർവേ ഫലങ്ങളാണ്. അനവധി പ്രീ പോൾ സർവേ ഫലങ്ങൾ 2026 കേരളത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇവയിൽ ഭൂരിഭാഗവും ആധികാരികമല്ല എന്ന യാഥാർത്ഥ്യവും ചില രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി പടച്ചുവിടുന്നതാണെന്നും നാം തിരിച്ചറിയേണ്ടതുണ്ട്. എന്നാൽ ചില സർവേകൾ വളരെ കൃത്യമായി ആധികാരികമായി സമഗ്രമായ പഠനം നടത്തി സർവേ ഫലങ്ങൾ പുറത്തുവിടുന്നുണ്ട്. അത്തരത്തിലൊരു സർവേ ഫലമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിട്ടിട്ടുള്ള സ്പിക് മീഡിയയുടെ സർവേ ഫലം എന്ന് പറയുന്നത്. CS ട്രസ്റ്റിന്റെ കീഴിൽ ഡോക്ടർ D രംഗനാഥൻ ചെയർമാനായിട്ടുള്ള ഒരു ഏജൻസിയാണ് സ്പിക് മീഡിയ എന്ന് പറയുന്നത്. പ്രധാനമായും ദേശീയ തലത്തിലെയും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പുകളാണ് അവരുടെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത്. പലപ്പോഴും വളരെ ആധികാരികമായി തന്നെ ഇവർക്ക് തെരഞ്ഞെടുപ്പ് ഫലപ്രവചനങ്ങൾ നടത്തുവാൻ സാധിക്കാറുണ്ട്. കാരണം അത്രമാത്രം ശാസ്ത്രീയമായിട്ടാണ് ഇവർ പഠനം നടത്തുന്നത്. കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ 140 നിയോജക മണ്ഡലങ്ങളിൽ നിന്നായി 77,000-ലധികം വോട്ടർമാരുടെ അഭിപ്രായം സ്വരൂപിച്ചുകൊണ്ടാണ് അവർ ഈ കണ്ടെത്തലിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. കേരളത്തിൽ ഏത് മുന്നണി അധികാരത്തിലെത്തുമെന്ന് മാത്രമല്ല, വോട്ടിങ്ങിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏതാണ്, കേരളത്തിലെ സർക്കാരിനോടുള്ള ജനങ്ങളുടെ സമീപനം എങ്ങനെയാണ്, പ്രതിപക്ഷ പാർട്ടികളോടുള്ള ജനങ്ങളുടെ വിശ്വാസ്യത എങ്ങനെയാണ് തുടങ്ങി വിവിധ കാര്യങ്ങൾ വളരെ വിശദീകരിച്ച് തന്നെ ഇവർ ഈ സർവേയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇനി സർവേയുടെ വിശദാംശങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ അവർ ഏറ്റവും സുപ്രധാനമായി നടത്തിയിരിക്കുന്ന നിരീക്ഷണം എന്ന് പറയുന്നത് കേരളത്തിൽ അവർ കണ്ട വോട്ടർമാരിൽ എത്ര പേർ വോട്ട് ചെയ്യുവാൻ താല്പര്യമുള്ളവരാണ്, എത്ര പേർ താല്പര്യമില്ലാത്തവരാണ്, എത്ര പേർ ഇതുവരെയും തീരുമാനം എടുത്തിട്ടില്ല എന്ന ഘടകമാണ്. ഇവരുടെ കണ്ടെത്തൽ അനുസരിച്ച് 77%-ലധികം ഇവർ കണ്ട വോട്ടർമാർ വോട്ട് ചെയ്യുവാൻ തയ്യാറായി നിൽക്കുകയാണെന്നാണ് വ്യക്തമാകുന്നത്. എന്നാൽ 16% ആളുകൾ ഇതുവരെയും തങ്ങൾ ഇക്കാര്യത്തെക്കുറിച്ച് ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നും വ്യക്തമാക്കുന്നുണ്ട്. ഏകദേശം 6%-ഓളം ആളുകൾ തങ്ങൾ വോട്ട് ചെയ്യണമോ വേണ്ടയോ എന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്ന അഭിപ്രായമാണ് ഏജൻസിയോട് പങ്കുവച്ചിട്ടുള്ളത്. ഏതൊക്കെ ഘടകങ്ങളാകും തങ്ങളുടെ വോട്ടിങ്ങിനെ സ്വാധീനിക്കുക എന്നും ഈ വോട്ടർമാർ ഈ സ്പിക് മീഡിയ സർവേയിൽ കൃത്യമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. അതനുസരിച്ച് കേരളത്തിൽ 17%-ലധികം ആളുകൾ വോട്ട് ചെയ്യുവാൻ പോകുന്നത് തൊഴിലില്ലായ്മ എന്ന വിഷയത്തെ അധികരിച്ചായിരിക്കും. എന്നാൽ 15% ആളുകളുടെ വോട്ടിംഗ് മാനദണ്ഡം വിലക്കയറ്റത്തെക്കുറിച്ചുള്ള തങ്ങളുടെ കാഴ്ചപ്പാടിനനുസൃതമായിരിക്കുമെന്നും വ്യക്തമാകുന്നുണ്ട്. ഏകദേശം 11%-ഓളം ആളുകളാണ് വികസനം, ആരോഗ്യം, അഴിമതി എന്നീ വിഷയങ്ങളിലുള്ള തങ്ങളുടെ കാഴ്ചപ്പാടിനനുസൃതമായി വോട്ട് ചെയ്യുമെന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കിയ ചില പദ്ധതികളോടുള്ള തങ്ങളുടെ അഭിപ്രായവും അവർ ഈ സർവേയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതനുസരിച്ച് സർക്കാരിന്റെ അഭിമാന പദ്ധതിയായി വാഴ്ത്തപ്പെട്ട എന്നാൽ ഇപ്പോൾ ഫ്രീസറിലിരിക്കുന്ന കേരയിൽ പദ്ധതിയെ 55%-ലധികം ആളുകൾ എതിർക്കുമ്പോൾ കേവലം 25% ആളുകൾ മാത്രമാണ് പിന്തുണയ്ക്കുന്നത്. അതുപോലെ തന്നെ AI ക്യാമറ വിഷയവുമായി ബന്ധപ്പെട്ടും അവർ കൃത്യമായ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്. 41%-ലധികം ആളുകൾ ഇതൊരു അഴിമതിയാണ് എന്നും സംസ്ഥാന സർക്കാരിന് ധനനഷ്ടമുണ്ടാക്കുന്ന ഒരു പരിപാടിയാണെന്നും ജനങ്ങളെ ഞെക്കിപ്പിഴിയുന്ന ഒരു ഇടപാടാണെന്നും അഭിപ്രായം രേഖപ്പെടുത്തിയപ്പോൾ കേവലം 20% ആളുകൾ മാത്രമാണ് AI ക്യാമറകൾ അനിവാര്യമാണ് എന്ന നിലപാട് കൈക്കൊണ്ടിട്ടുള്ളത്. ജാതി മത പരിഗണനകൾ തങ്ങളുടെ വോട്ടിങ്ങിനെ സ്വാധീനിക്കുമെന്ന് 30%-ലധികം ആളുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. യുവ നേതാക്കൾ സ്ഥാനാർത്ഥികളാകണമെന്ന അഭിപ്രായം 37% ആളുകൾ പ്രകടിപ്പിച്ചപ്പോൾ കൂടുതൽ വനിതാ സ്ഥാനാർത്ഥികൾ ഉണ്ടാവണമെന്ന അഭിപ്രായം 30% ആളുകൾ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇനി LDF സർക്കാരിൻ്റെ അല്ലെങ്കിൽ പിണറായി സർക്കാരിൻ്റെ പ്രകടനത്തെക്കുറിച്ചുള്ള വിലയിരുത്തലാണ്. 49% ആളുകൾ തങ്ങൾ ഈ ഭരണത്തിൽ തൃപ്തരല്ല എന്ന അഭിപ്രായം രേഖപ്പെടുത്തുമ്പോൾ 33% ആളുകൾ തങ്ങൾ ഈ ഭരണത്തിൽ തൃപ്തരാണ് എന്ന അഭിപ്രായവും രേഖപ്പെടുത്തുന്നുണ്ട്.
മുഖ്യമന്ത്രി പിണറായി വിജയൻ മൂന്നാമത് ഒരു തവണ കൂടി അധികാരത്തിൽ വരണമോ എന്ന ചോദ്യത്തിന് കേവലം 20% ആളുകൾ മാത്രമാണ് ആ തീരുമാനത്തെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തിയതെങ്കിൽ 51% ആളുകൾ പിണറായി മൂന്നാമതൊരിക്കൽ കൂടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുന്നതിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല എന്ന വസ്തുതയും തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചുള്ള കൃത്യമായ ദിശാസൂചന നൽകുന്ന ചോദ്യവും ഉത്തരവുമാണ്. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ വലിയ പ്രാധാന്യം കൊടുക്കേണ്ട സുപ്രധാനമായ ഒരു കണ്ടെത്തൽ ഈ സർവേയിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് തങ്ങളുടെ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുവാനും വോട്ടിങ്ങിനെ സംബന്ധിച്ചൊരു തീരുമാനമെടുക്കുവാനും പ്രധാനമായും സമൂഹ മാധ്യമത്തെ ആശ്രയിക്കുമെന്ന നിലപാടാണ് സർവേയിൽ പങ്കെടുത്ത 70,000-ലധികം ആളുകളിൽ 49% ആളുകളും പങ്കുവച്ചിട്ടുള്ളത്. തങ്ങൾ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുവാൻ ഓൺലൈൻ ന്യൂസ് പോർട്ടലുകളെ അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങളെയാണ് ആശ്രയിക്കുന്നതെന്ന് 28% ആളുകൾ വ്യക്തമാക്കുമ്പോൾ 14% ആളുകൾ തങ്ങൾ ചാനലുകളെ ആശ്രയിക്കുമെന്നാണ് വ്യക്തമാക്കുന്നത്. ഇവിടെ ശ്രദ്ധേയമാകുന്ന മറ്റൊരു തീരുമാനം പത്രമാധ്യമങ്ങളെ ആശ്രയിക്കുന്ന ആളുകളുടെ എണ്ണം നന്നേ കുറവാണ് എന്നുള്ളതാണ്. അതായത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചരണം കൂടുതൽ സമൂഹ മാധ്യമങ്ങളിൽ ഊന്നിയാവണം എന്ന സൂചനയാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്. അതുപോലെ തന്നെ ഈ സർവേയിലെ മറ്റൊരു സുപ്രധാനമായ കണ്ടെത്തൽ എന്ന് പറയുന്നത് കേരള സമൂഹത്തിനിടയിൽ ശശി തരൂർ എന്ന നേതാവിനുള്ള സ്വാധീന ശേഷിയും സ്വീകാര്യതയെക്കുറിച്ചുമുള്ളതാണ്. കാരണം ഈ സർവേയിൽ പങ്കെടുത്തിട്ടുള്ള 26% ആളുകൾ ഈ ഒരു ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി നൽകുന്നുണ്ട്. അതായത് ശശി തരൂർ BJP-യിലേക്ക് ചുവടുമാറിയാൽ നിങ്ങൾ BJP-യെ പിന്തുണയ്ക്കുമോ എന്ന ചോദ്യത്തിന് ശശി തരൂർ BJP-യിലേക്ക് ചുവടുമാറിയാൽ തങ്ങൾ BJP-ക്ക് പിന്തുണ നൽകുമെന്ന അഭിപ്രായമാണ് 26% ആളുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് കോൺഗ്രസ് പാർട്ടി ശശി തരൂരിനെ ഉപയോഗിച്ച് മുന്നോട്ട് പോയാൽ അത് അവർക്ക് വലിയ നേട്ടമുണ്ടാകുമെന്നും ശശി തരൂരിനെ BJP പാളയത്തിൽ എത്തിക്കുവാൻ കഴിഞ്ഞാൽ BJP-ക്ക് കേരളത്തിൽ സ്വപ്നതുല്യമായ ഒരു നേട്ടം കൈവരിക്കുവാൻ അതുമൂലം സാധിക്കുമെന്നുമാണ് ഈ ചോദ്യത്തിനോട് ജനങ്ങൾ നൽകിയ ഉത്തരത്തിൽ നിന്ന് നാം മനസ്സിലാക്കിയെടുക്കേണ്ട ഘടകം. അതിനാൽ തന്നെ കോൺഗ്രസ് പാർട്ടി തരൂരിനെ ചേർത്ത് നിർത്തുമോ BJP തരൂരിനെ ചാടിച്ചെടുക്കുവാൻ ശ്രമിക്കുമോ എന്ന കാര്യങ്ങൾ വളരെയധികം പ്രസക്തമാകുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത ശശി തരൂർ CPM-ലേക്ക് അല്ലെങ്കിൽ ഇടതുപാളയത്തിലേക്ക് പോകുമെന്ന് ജനങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. കേരളത്തിൽ വളരെ സുതാര്യമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് വിശ്വസിക്കുന്നത് കേവലം 30% ആളുകളാണെങ്കിൽ തങ്ങൾക്ക് അതിനെക്കുറിച്ച് അത്ര ഉറപ്പില്ല എന്ന് ഏകദേശം 45%-ലധികം ആളുകൾ ഈ സർവേയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ സർവേയിലെ ഏറ്റവും സുപ്രധാനമായ ഭാഗം എന്ന് പറയുന്നത് കേരളത്തിൽ ഏത് മുന്നണി ആധികാരികമായ ഒരു വിജയം നേടി അധികാരത്തിലെത്തുമെന്ന ചോദ്യവും അതിനുള്ള ഉത്തരവുമാണ്. ഇതുമായി ബന്ധപ്പെട്ട് അവർ വോട്ടിംഗ് ശതമാന കണക്കുകളാണ് ആദ്യമായി മുന്നോട്ട് വെക്കുന്നത്. ഈ സർവേയുടെ കണ്ടെത്തൽ അനുസരിച്ച് കേരളത്തിൽ ഏറ്റവും അധികം വോട്ട് സമാഹരിക്കുവാൻ പോകുന്നത് UDF മുന്നണിയാണെന്നാണ് അവർ പറയുന്നത്. UDF-ന് 38% വോട്ടുകൾ ലഭിക്കുമ്പോൾ രണ്ടാമതെത്തുന്ന ഇടതു മുന്നണിക്ക് 31% വോട്ടുകൾ സമാഹരിക്കുവാൻ കഴിയുമെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. മൂന്നാം സ്ഥാനത്തെത്തുന്ന BJP-ക്ക് 19%-ഓളം വോട്ടുകൾ മാത്രമാണ് സമാഹരിക്കാൻ കഴിയുക എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. ഇതുവരെയും ഏതു മുന്നണിക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കാത്ത ഏകദേശം 8%-ഓളം ആളുകളും ഈ സർവേയിൽ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട് എന്ന കാര്യവും നാം ഇവിടെ പരിഗണിക്കേണ്ടതാണ്. എന്നാൽ ഇത് സീറ്റ് കണക്കിലേക്ക് മാറ്റുമ്പോൾ വളരെ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും കേരളത്തിൽ നടക്കാൻ പോകുന്നതെന്നാണ് ഇവരുടെ സർവേ കണ്ടെത്തൽ സൂചിപ്പിക്കുന്നത്. അവരുടെ അഭിപ്രായ പ്രകാരം UDF കേവല ഭൂരിപക്ഷമായ 71 സീറ്റുകൾ മാത്രം നേടുമ്പോൾ 63 സീറ്റുകളുമായി LDF രണ്ടാം സ്ഥാനത്തെത്തുമെന്നും BJP 6 സീറ്റുകൾ നേടി കേരള ചരിത്രത്തിലെ അവരുടെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നും അഭിപ്രായപ്പെടുന്നു. ഈ സർവേ ഫലങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ കേരളത്തിൽ ഏകദേശം ഒരു തൂക്ക് നിയമസഭയ്ക്ക് സമാനമായ സാഹചര്യം ഉണ്ടാകുമെന്ന് നമുക്ക് വിലയിരുത്തുവാൻ കഴിയുന്നതാണ്. അതുകൂടാതെ BJP 6 സീറ്റുകളുമായി കേരള നിയമസഭയിൽ ഒരു പ്രാതിനിധ്യം ഉറപ്പിച്ചു കഴിഞ്ഞാൽ അവർ നിർണായകമായ ഒരു രാഷ്ട്രീയ ശക്തിയായി 2031-ലേക്ക് വളർന്നു വരുമെന്ന കാര്യത്തിലും തർക്കമില്ല. ഇത്തരത്തിൽ സ്പൈക്ക് മീഡിയയുടെ തെരഞ്ഞെടുപ്പ് സർവേ കണ്ടെത്തലുകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.